നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിന്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമ്മൾ പ്രാഥമികമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ശരിക്കും ചക്രകളിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കേണ്ടത്, സാധാരണഗതിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കുക, കാമനകളെന്ന് പറഞ്ഞാൽ മോഹങ്ങളെ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ആസക്തിയെ ജയിക്കുക, അതിജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്, എന്നുള്ളൊരു സങ്കല്പം ഭാരതീയമായിട്ടുള്ള പല കാഴ്ചപ്പാടുകളിലുമുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ പലപ്പോഴും പല വ്യക്തികളുടെയും അസ്വസ്ഥതകളുടെ അടിസ്ഥാന കാരണം ഇന്ദ്രിയങ്ങളുടെ ഈ പറഞ്ഞ കാമനകളെ അതിജീവിക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം അതിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രാഥമികമായിട്ട്, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നത്, സാധാരണ നമ്മുടെ ഈ വേൾഡിൽ 2 വിഭാഗം ആളുകളാണ് ഉള്ളതെന്ന് കണക്കാക്കുന്നത്. അതായത് ഉള്ളവരും ഇല്ലാത്തവരും. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് സമ്പന്നരും ദരിദ്രരും എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളവരും ഇല്ലാത്തവരും. പക്ഷെ ഭാരതത്തിൽ ഈ ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും കണക്കാക്കുന്നതിനപ്പുറം ഇതിൻ്റെ നടുവിലെ മറ്റൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പക്ഷെ ഓർമ്മ വരുന്നൊരു മധ്യവർഗം എന്നൊക്കെ ആയിരിക്കും. അല്ല, ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇടയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വിഭാഗത്തെ ഉണ്ടായിട്ട് വേണ്ടാത്തവർ എന്നാ പറയുന്നത്. ഉണ്ടായിട്ടും വേണ്ടാത്തവർ, അവർക്കുണ്ട് പക്ഷെ വേണ്ട. മാറ്റി നിർത്താൻ സാധിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കാര്യവും, നമുക്ക് ഈ പറയുന്ന ഇന്ദ്രിയ ജയം നമുക്ക് ആവശ്യമെങ്കിൽ ആകാം, പക്ഷെ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്നു. ഇന്ദ്രിയ ജയമല്ല വേണ്ട എന്ന് വയ്ക്കുന്നത്, എന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം. അപ്പം നമ്മൾ ഈ ഒരു പരിശീലനത്തിലേക്ക് കടക്കുന്നത്, നമ്മളുടെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരാഗ്രഹത്തെ, ഒരിഷ്ടത്തെ ത്യജിച്ചുകൊണ്ടാകുന്നത് കുറച്ചുകൂടി ഫലപ്രദമായിരിക്കും. ഇന്ദ്രിയ ജയത്തിൻ്റെ വളരെ പ്രാഥമികമായിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നായിട്ട് നമുക്കതിനെ കണക്കാക്കാം. ചക്ര മെഡിറ്റേഷൻ്റെ 2ാമത്തെ ബാച്ചാണിത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാൻ പറഞ്ഞതും ഞാൻ അനുവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് മധുരം വേണ്ട എന്ന് വയ്ക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച, ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇനി ഈ വരുന്ന ഒരാഴ്ച മധുരം ഉപയോഗിക്കുന്നില്ല എന്ന് വയ്ക്കുക. അവിടെ ചെറിയൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ പെട്ടെന്നൊരിക്കലും മധുരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മധുരം അങ്ങ് നിർത്തി കഴിയുമ്പോഴേക്കും 2 ദിവസം, ഒരു ദിവസം ആകുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ പോകാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ 2ാമത്തെയോ 3ാമത്തെയോ ദിവസം ആകുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നമ്മളോട് പ്രതിഷേധിക്കാൻ തുടങ്ങും. ഇവർ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിത്തരും. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അകാരണമായിട്ടുള്ള ദേഷ്യം വരും, ഒരു ഇറിറ്റേഷൻ വരും, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഗതികൾ സംഭവിക്കാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അത് വളരെ മഹത്തരമായ ഒരു മാറ്റത്തിലേക്കുള്ള ചുവടുവയ്പ്പായിരിക്കും. സോ കഴിയുന്നിടത്തോളം അതൊന്ന് നോക്കുക. കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന ഒരു ആഴ്ച, അടുത്ത ആഴ്ച നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് മധുരമൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കൂ. ഇനി അതല്ല, മധുരം ഒഴിവാക്കാൻ തീരെ പറ്റില്ല,
അതിലും നല്ലത് രാവിലെ വന്നിരിക്കുന്നത് ഒഴിവാക്കുകയാണ് നല്ലത് തോന്നുകയാണെങ്കിൽ ഇതൊക്കെ അത് ഒഴിവാക്കണ്ട. മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഒരു ഇഷ്ടം, ഒരു താല്പര്യം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഉം. അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഞാൻ പൊതുവായിട്ട് പറയുന്നത് മധുരം ഒഴിവാക്കൂ എന്നുള്ളതാണ്. ശരി. അപ്പൊ നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ മ്യൂട്ട് ഒന്ന് ഒഴിവാക്കി തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. അനാവശ്യമായിട്ട് മൈക്ക് ഓൺ ചെയ്ത് വെക്കരുത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അപ്പൊ തന്നെ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ചക്രയായിട്ടുള്ള റൂട്ട് ചക്രയിലേക്കാണ് കിടക്കുന്നത്. മലയാളത്തില് മലയാളത്തിലെന്നല്ല, സംസ്കൃതത്തില് മൂലാധാര ചക്ര എന്ന് പറയും. മൂലാധാര ചക്ര. മൂലാധാര ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഊർജ ശരീരത്തിൻ്റെ ഫൗണ്ടേഷൻ അഥവാ ബേസ്മെന്റ്, അടിത്തറയായിട്ടാണ് കണക്കാക്കുന്നത്. ഊർജ ശരീരത്തിൻ്റെ അടിത്തറയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു 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 കെട്ടിടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടത്തിന് ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ അതുപോലെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചക്ര. നമുക്കറിയാം, ഒരു ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിത്തറ, ബേസ്മെന്റ് ശക്തമല്ല എങ്കിൽ അത് അതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. മുകളിലേക്ക് പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വലിപ്പമുണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അത് അതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതുപോലെ തന്നെയാണ് വ്യക്തികളെ സംബന്ധിച്ച് മൂലാധാര ചക്രയുടെയും പ്രാധാന്യം എന്ന് പറയുന്നത്. മൂലാധാര ചക്ര ആദ്യത്തെ ചക്രയാണെന്ന് പറഞ്ഞു. അതുപോലെ പ്രധാനമായിട്ട് നമുക്ക് 6 ചക്രകളാണുള്ളത്. അപ്പൊ 7ാമത്തെ ചക്ര എന്താ, അതേക്കുറിച്ച് പറയാം. 6 ചക്ര, ഷഡ് ചക്രാസാണ്. 7ാമത്തെ ചക്രയായിട്ട് കണക്കാക്കുന്നത് സഹസ്രാര, ക്രൗൺ ചക്ര, ഏറ്റവും മൂർധാവിത ചക്രയാണ്. പക്ഷേ അതൊരു സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നമ്മുടേതായിട്ടുള്ള ഒരു ചക്രയ്ക്ക് അപ്പുറം അതിന് കുറച്ചുകൂടി ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം ശിവശംഭോ എന്ന്, അല്ലേ? എന്താണ് ഈ 6 പടവുകൾ? ഈ 6 പടവുകൾ എന്ന് പറയുന്നത് 6 ചക്രകളാണ്. 6 പടവുകൾ എന്ന് പറയുന്നത് 6 ചക്രകളാണ്. ഈ 6 പടവുകളും കടന്ന് അവിടെ ചെല്ലുന്ന സമയത്താണ് ശിവനെ കാണാം എന്ന് പറയുന്നത്. ആരാ ശിവൻ? ശിവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലൊരു രൂപം വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമല്ലേ എന്ന് കരുതുന്നുണ്ടാകും. അതൊരു സങ്കല്പം, ഒരു കേവലം സങ്കല്പം. അതിലപ്പുറം നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതൊരു ദൈവീക സങ്കല്പവും, കൃഷ്ണനും ക്രിസ്തുവും അള്ളായും അതും തുടങ്ങി ഏതൊരു ദൈവീക സങ്കല്പവും ആത്യന്തികമായിട്ട് പ്രപഞ്ചബോധമാണ്. പ്രപഞ്ചബോധമാണ്. ആ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചബോധത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഹിപ്നോസിസ് ക്ലാസ്സുകളുടെയൊക്കെ ഒടുവിൽ ഞാൻ പറയാറുണ്ട്, പ്രപഞ്ചബോധം എന്ന് പറയുന്നത് ഒരു വലിയ മഹാസമുദ്രമാണെങ്കിൽ അതിലെ ഓരോ തുള്ളികളുമാണ് നമ്മൾ. ഈ തുള്ളികൾ ചേർന്നിട്ട് തന്നെയാണ് ഈ സമുദ്രം ഉണ്ടായിരിക്കുന്നത്, നിലനിൽക്കുന്നത്. ഈ തുള്ളികൾ പിൻവലിഞ്ഞാൽ പിന്നെ ഈ സമുദ്രത്തിന് പ്രസക്തിയില്ല. പിൻവലിഞ്ഞു കഴിഞ്ഞാൽ ഈ തുള്ളികൾക്കും പ്രസക്തിയില്ല, അല്ലേ? ഓരോ തുള്ളികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിനെ അത്രമാത്രം ശക്തമാക്കുന്നത്, നിലനിർത്തുന്നത് ഇതേ സമുദ്രം തന്നെയാണ്. എന്നാൽ അതേ സമുദ്രം ഉണ്ടായിരിക്കുന്നത് ഈ തുള്ളികൾ കൊണ്ടുമാണ്. ഈ 6 പടികളും കടന്ന് അവിടെ ചെന്നു കഴിഞ്ഞാൽ ശിവനെ കാണാം. ശിവൻ മീൻസ് ഈ പ്രപഞ്ചബോധം. ആ പ്രപഞ്ചബോധത്തെ നമുക്ക് അറിയാം, അനുഭവിക്കാം, അതുമായിട്ട് വിലയം പ്രാപിക്കാം. അതാണ് അതിൻ്റെ മഹത്തരമായിട്ടുള്ള സങ്കല്പം എന്ന് പറയുന്നത്. ഓരോ പടവുകളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഓരോ പടവുകളെയും കൃത്യമായിട്ടുള്ള സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രപഞ്ചബോധവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്താൻ പറ്റും. പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകളും കഴിവുകളും എല്ലാം നമുക്ക് ആർജിക്കാൻ സാധിക്കും.
ഇതാണ് സംഭവിക്കുന്നത്. ഉം. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതിൽ സർക്യൂട്ടിൽ ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നതും അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, അതിന് സമാനമായിട്ട്. അപ്പോൾ ഈ 6 പടവുകളുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചബോധവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ, അവിടേക്കുള്ള യാത്ര, ആ ബന്ധം ദൃഢമാക്കുന്നതിൻ്റെ, ശക്തമാക്കുന്നതിൻ്റെ ആ യാത്ര നമ്മളിവിടെ ഈ ആദ്യത്തെ പടവിലെ ആരംഭിക്കുകയാണ്. മൂലാധാര ചക്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, മൂല എന്ന് പറഞ്ഞാൽ വേര്, ആധാര എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം. മൂല പ്ലസ് ആധാര ഇത് തമ്മിൽ ചേർന്നിട്ടാണ് മൂലാധാര ചക്ര ഉണ്ടാക്കി. ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നട്ടെല്ലിൻ്റെ ഏറ്റവും കീഴ്ഭാഗം, നട്ടെല്ലിൻ്റെ ഏറ്റവും താഴ്ഭാഗം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ മനസ്സിലാക്കി ഈ ചക്രകളൊക്കെ നിലനിൽക്കുന്നത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ ഈ ടെയിൽ ബോൺ എന്നൊക്കെ പറയുന്നില്ലേ, ടെയിൽ ബോൺ, അവിടെയാണ് മൂലാധാര ചക്രയുടെ സ്ഥാനം പറയുന്നത്. അതിൻ്റെ നിറം അഥവാ മൂലകം എന്ന് പറയുന്നത്, നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. മൂലാധാരയുടെ നിറം ചുവപ്പാണ്. അതിൻ്റെ മൂലകം ഭൂമിയാണ്, ഭൂമി. ആദ്യത്തെ 5 ചക്രകള് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി, കഴിഞ്ഞ സെഷൻ നമ്മൾ മനസ്സിലാക്കി. അതിൽ മൂലാധാര എന്ന് പറയുന്നത് ഭൂമിയെയാണ്, ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചക്രങ്ങളുടെ ആകൃതിയെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ അത് പ്രധാനമായിട്ടും 2 വിധത്തിലാണ് വിശദീകരിക്കാറുള്ളത്. ഒന്ന്, പുരാതന സങ്കല്പം അനുസരിച്ചിട്ടുള്ള ആകൃതി, സിംബോളിക് ആയിട്ടുള്ള ആകൃതി. 2, ഊർജതന്ത്രം അനുസരിച്ചിട്ടുള്ള ആകൃതി, ഊർജതന്ത്രം ഉപയോഗിച്ചിട്ടുള്ള. രണ്ടിനെയും കുറിച്ച് നമുക്ക് നോക്കാം. മൂലാധാര ചക്രത്തിന്റെ ആകൃതിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള സിംബോളിക് ഷേപ്പ് എന്ന് പറയുമ്പോൾ, പരമ്പരാഗതമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോ ചക്രകളെയും ഒരു താമരപ്പൂവുകളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. സിംബോളിക്കായിട്ട് താമരപ്പൂവുകളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ദളങ്ങളുടെ എണ്ണത്തിനൊക്കെ വ്യത്യാസമുണ്ടാകും, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ മൂലാധാര ചക്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് 4 ദളങ്ങളുള്ള ചുവന്ന താമരയായിട്ടാണ് സങ്കല്പം. 4 ദളങ്ങളുള്ള ചുവന്ന താമര. ചിത്രത്തിലേക്ക് പോകാം, നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിലായിട്ട്, ഈ 4 ദളങ്ങളുടെ ഉള്ളിലായിട്ട് ഒരു മഞ്ഞ നിറത്തിലുള്ള ചതുരം, അത് കാണാൻ പറ്റും. ഈ ചതുരം എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്ന മൂലകത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഭൂമിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ചതുരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് ഉറപ്പിൻ്റെ അടയാളമാണ്, സ്റ്റെബിലിറ്റിയുടെ അടയാളമാണ് ഭൂമി. 2, ഊർജപരമായിട്ടുള്ള ആകൃതിയെ നോക്കുകയാണെങ്കിൽ ഈ സൂക്ഷ്മ ശരീരത്തിലെ ഊർജപ്രവാഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നോക്കിയാൽ നമ്മളെപ്പോഴും ഒരു 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 ചക്രത്തെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീല് പോലെയോ ഒരു ചക്രം പോലെയോ, അല്ലെങ്കിൽ ഒരു ചുഴി, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വെള്ളത്തിലൊക്കെ ചുഴി വരുന്നത്, ചുഴി പോലെയാണ് ഊർജപരമായിട്ട് ചക്രകളുടെ ആകൃതി കണക്കാക്കുന്നത്. ഒന്നുകിൽ വളരെ വേഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചക്രം, ഒരു വീൽ പോലെ, അല്ലെങ്കിൽ ഒരു ചുഴി പോലെയാണ് ഇതിൻ്റെ ആകൃതിയെ കണക്കാക്കുന്നത്. പൊതുവിൽ ചക്രങ്ങൾക്കൊരു ഫണലിൻ്റെ ഷേപ്പ് പറയാറുണ്ട്. ഫണൽ മീൻസ് വേറെ എന്തെങ്കിലും പറയാനോ? ഫണൽ മനസ്സിലായോ? വെള്ളം അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ, കറോസിൻ, പെട്രോളൊക്കെ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ തുളുമ്പി പോകാതിരിക്കാൻ വെക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഫണൽ. ഈ ചക്രകൾ പൊതുവിൽ നമ്മുടെ ശരീരത്തിൻ്റെ മുൻഭാഗത്തേക്കും പിൻഭാഗത്തേക്കും ഒക്കെ തുറന്നിരിക്കുന്ന ഒരു ഫണൽ പോലെ കരുതുന്നുണ്ട്. അതായത് ആ ഫണലിൻ്റെ എന്താ പറഞ്ഞാൽ ഊർജം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പ് കരുതുന്നുണ്ട്. മൂലാധാര ചക്രയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ
ഈ ഫണലിന്റെ വായ്വട്ടം വലിയ ഭാഗം ഭൂമിക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഭൂമിയിൽ ഫേസ് ചെയ്തിട്ടാണ്. അതിനൊരു കാരണമുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നാലെ വരാം. ഭൂമിക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഇത് നിരന്തരം, എല്ലാ ചക്രകളും നിരന്തരം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഭ്രമണം ചെയ്യുന്നു. നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഊർജ പ്രവാഹങ്ങളാണ് ഓരോ ചക്രകളും. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവയെ ചക്രകൾ എന്ന് പൊതുവിൽ വിളിക്കുന്നതും കരുതപ്പെടുന്നതും. മൂലാധാര ചക്രയെ പറ്റി പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട്, നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ ഭൂമിയിലേക്ക് വേരുകളായിട്ട് നിൽക്കുന്ന ഒരു ചുവന്ന നിറത്തിലെ വളരെ വേഗത്തിലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജഗോളം പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഭൂമിയിലേക്ക് വേരുകളായിട്ട് നിൽക്കുന്ന ചുവന്ന നിറത്തിൽ അതിവേഗം കറങ്ങുന്ന ഒരു ഊർജഗോളം പോലെ നമുക്ക് മൂലാധാരത്തെ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളില് ചതുരാകൃതിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള, ആവശ്യമായിട്ടുള്ള സ്ഥിരത കൊടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ചിത്രത്തിലേക്കൊന്ന് പോകാം. ഞാൻ സ്ക്രീനൊന്ന് ഷെയർ ചെയ്ത് തരാം. കാണുന്നുണ്ടോ? ഒന്ന് പറയൂ, കാണാൻ പറ്റുന്നുണ്ടോ? മ്യൂട്ടിലാണോ? ഓക്കെ അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയാണ്, നടുവില് 4 ദളങ്ങളുള്ള താമര, നടുവില് ഒരു ചതുരം. അതിൻ്റെ ഉള്ളിലെ ലം എന്നുള്ള ബീജമന്ത്രത്തെയാണ് കൊടുത്തിരിക്കുന്നത്. അത് പറയാം, അതിന്റെ പിന്നാലെ അത് ബാക്കി പറയാം. ശരി, ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് വന്നാൽ മൂലാധാരയുടെ ധർമ്മങ്ങളെക്കുറിച്ച് നോക്കാം. മൂലാധാരയുടെ ധർമ്മങ്ങളായിട്ട് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സാമ്പത്തിക സുരക്ഷിതത്വം, ഇതൊക്കെ തന്നെയാണ് മൂലാധാരയുടെ ഒരു അടിസ്ഥാന സംഗതി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കും, സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മൂലാധാര ചക്രയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബ്ലോക്ക് ഓർ ഇംബാലൻസിങ് വന്നു കഴിഞ്ഞാൽ അത് ഇതിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ഭയം, അതിജീവനം എന്ന് പറയുമ്പോൾ സൈക്കോളജിയുടെ ബേസിക്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഹിപ്നോസിസ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. മനുഷ്യന്റെ ആദിമ കാലഘട്ടങ്ങളിൽ, അതായത് മനുഷ്യനൊക്കെ ആയിരുന്ന, ഗുഹകളിലൊക്കെ താമസിച്ചിരുന്ന, കാടുകളിൽ താമസിച്ചിരുന്ന സമയത്ത് അവൻ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് പ്രധാനമായിട്ടും അവിടെ നടപ്പിലാവുന്നത്. ഒന്നുകിൽ ഫൈറ്റ്. ഇപ്പൊ ഇവൻ നടന്നു പോകുന്ന സമയത്ത് ഒരു മൃഗം, ഒരു സിംഹമോ കടുവയോ പുലിയോ എന്തെങ്കിലും മുന്നിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ അതിനെ നേരിടും, ഫൈറ്റ് ചെയ്യും അതിനോട്, അല്ലെങ്കിൽ ഫ്ലൈ, അവൻ അവിടെ രക്ഷപ്പെടും. അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് ഓടിക്കളയും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അപ്പൊ ഈ കാലഘട്ടത്തിലും അത് പ്രസക്തമായിട്ട് തന്നെയാണ്. നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ ചക്രയാണ്. ഭയവും അതിജീവനവും ഇതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ഈ ചക്രയാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും, ഇപ്പൊ എന്താണ് അതിന്റെ പ്രസക്തി? ഇപ്പൊ നമുക്ക് നിയമവും നീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇല്ലേ? ഇപ്പൊ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കിയൊക്കെ സർക്കാർ നോക്കിക്കോളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അതിലപ്പുറം നമ്മുടെ നമ്മുടെ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, ഒരു ഒരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ക്യുക്കായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കണമെങ്കിൽ, ശരിയായിട്ടുള്ള തീരുമാനമെടുക്കണമെങ്കിൽ ഈ മൂലാധാര ചക്ര കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അതില്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻസ് ആയിരിക്കും. ഒരു കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ഊർജ സന്തുലനത്തിലെ വ്യത്യാസങ്ങൾ വരുന്ന സമയത്താണ് കൺഫ്യൂഷൻസ് ആയിരിക്കും. എല്ലാത്തിനും കൺഫ്യൂഷൻസ് ആയിരിക്കും.
അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേരുകൾ എന്ന് പറയുന്നത് അവരുടെ കുടുംബമാണ്. അവരെ നിലനിർത്തുന്നത്, അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു സാധാരണ ഒരു ശരാശരി അതിന്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ അതൊക്കെ പോയി കേട്ടോ, അത് മറ്റൊരു കാര്യം. ഉം. കുറച്ചുകൂടി വിശാലമാകും. ഈ ലോകമേ തറവാട് വസുധൈവ കുടുംബകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലോകം തന്നെ കുടുംബമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകും. പക്ഷെ അതിനു മുൻപെന്ന് പറഞ്ഞാൽ അവരവരുടെ കുടുംബം തന്നെയാണ്. ഒരു നാല് ചുവരുകൾക്കുള്ളിലുള്ള അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീടിനുള്ളിലുള്ള പ്രിയപ്പെട്ടവരുടെ ഒരു കുഞ്ഞു കുടുംബം, അതാണ്. അപ്പൊ ഈ പറയുന്ന കുടുംബ ബന്ധങ്ങൾ, ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം, അവിടെയുള്ള പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളൊക്കെ മൂലാധാര ചക്രയെ സ്വാധീനിക്കും. അല്ലെങ്കിൽ മൂലാധാര ചക്രയുമായിട്ട് ബന്ധപ്പെട്ട ഊർജം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകാനിടയുള്ള പോസിറ്റീവ് നെഗറ്റീവ് എനർജികളെയൊക്കെ സ്വാധീനിക്കും. ഇത് പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാല്, നമ്മളില് നിലനിൽക്കുന്ന ഒരുപക്ഷെ നമുക്ക് ഉചിതമല്ലാത്ത ഊർജം അല്ലെങ്കിൽ ഊർജങ്ങൾ ഇതിലൂടെ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പ്രാർത്ഥനകളടക്കമുള്ള കാര്യങ്ങൾ, പ്രാർത്ഥന, ധ്യാനം, ഇങ്ങനെ പല കാര്യങ്ങളും, നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ഇതെല്ലാം നമ്മളിലേക്ക് ഊർജത്തെ സ്വരൂപിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറയാറുണ്ട്, ധ്യാനത്തിന്റെ സമയത്തൊക്കെ ഊർജം സ്വീകരിക്കുന്നതായിട്ട്, കോസ്മിക് എനർജിയെ സ്വീകരിക്കുന്നതായിട്ട് ഒരു സങ്കല്പം കൊടുക്കാനൊക്കെ പറയാറുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ സമാധാനപരമായിട്ടുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് ഊർജം സ്വീകരിക്കുക മാത്രമല്ല, ഊർജത്തിന്റെ സന്തുലനം. സന്തുലനം എന്ന് പറയുമ്പോൾ എന്താ? സന്തുലനം എന്ന് പറയുന്നത് നമുക്ക് ഉചിതമല്ലാത്ത അല്ലെങ്കിൽ നമ്മളില് അധികം നിലനിൽക്കുന്ന ഊർജത്തെ പുറന്തള്ളുക എന്നുകൂടി അതിനർത്ഥമുണ്ട്. ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഊർജങ്ങളും നിലനിർത്തേണ്ടതില്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഒന്നും മോശമല്ല. പക്ഷെ കൃത്യമായിട്ട് വെക്കേണ്ട ഇടങ്ങളിൽ വെക്കണം, അത്രയേ ഉള്ളൂ. നമുക്ക് ഉചിതമായിട്ടുള്ള, നമുക്ക് ആവശ്യത്തിനുള്ള ഊർജത്തെ മാത്രം നമ്മളിൽ നിലനിർത്തിയാൽ മതിയാകും. അത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിൽ കവിഞ്ഞിട്ടുള്ള ഊർജം, അധികമായിട്ടുള്ള ഊർജം, ചിലപ്പോൾ ആവശ്യമുള്ളത് തന്നെയായിരിക്കും, വളരെ നല്ലത് തന്നെയായിരിക്കും, വളരെ വളരെ ഉള്ളത് തന്നെയായിരിക്കും. പക്ഷെ അത് നമുക്ക് അതാത് വ്യക്തിക്ക് ഇപ്പൊ ആവശ്യമില്ല. അപ്പൊ അതിന് നമ്മൾ ഭൂമിയിലേക്ക് പുറന്തള്ളും. നിങ്ങൾക്കറിയാം, ഒരു ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, വൈദ്യുത ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ ഊർജം വേണം, ഇലക്ട്രിസിറ്റി വേണം. പക്ഷെ ഈ ഇലക്ട്രിസിറ്റിയുടെ പ്രവാഹം അധികമായി കഴിഞ്ഞാലോ എന്താ പറ്റുക? ഈ ഉപകരണം കേടുവരും, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിൽ ചില തകരാറുകൾ വരും. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അധികരിച്ച ഊർജം പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകളിൽ ചെയ്യുന്ന ഒന്നാണ് എർത്തിങ്. അല്ലേ? എർത്തിങ് നിങ്ങൾ കാണാറുണ്ട്. സാധാരണഗതിയിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന് 3 കണക്ഷൻ ഉണ്ടാകും: ഒരു ഫേസ്, ഒരു ന്യൂട്രൽ, ഒരു എർത്ത്. അവിടെയും താരതമ്യേന നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു 3 പിൻ പ്ലഗ്, 3 പിൻ പ്ലഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി? നിങ്ങളുടെ അയൺ ബോക്സിനെ സ്വിച്ച് ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ അതിൽ ഏറ്റവും വലിയ പിൻ ഏതാ? ഏ അറിയോ? ഏറ്റവും വലിയ പിൻ ഏതാ? എർത്താണ് വലിയ പിന്നെ, ഏകദേശം മധ്യഭാഗത്തായിട്ട് വരുന്നത്. അപ്പുറം ഇപ്പോഴും ഫേസ് ന്യൂട്രലായിരിക്കും. ഏറ്റവും മുകളിൽ വരുന്ന വലിയ പിൻ എർത്താണ്. വാസ്തവത്തിൽ ഈ ഉപകരണത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഏത് പിന്നുകളാ? ചെറിയ 2 പിന്നുകളാണ്, ഫേസ് ന്യൂട്രലുമാണ്. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം അവിടെ കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിലധികമുള്ള ഊർജത്തെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നാണ്. അപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൂലാധാര ചക്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ മുന്നോട്ട് അടുത്ത ക്ലാസ്സുകളിൽ പോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും ഊർജങ്ങൾ അധികരിച്ചാലുള്ള ഉണ്ടാകാനിടയുള്ള അസ്വസ്ഥതകളെ പറ്റിയിട്ട്. നമ്മൾ മറ്റേത് ചക്രകളിലേക്ക് പോകുമ്പോഴും അതെല്ലാം അതിനെല്ലാം ആധാരമായി നിൽക്കുന്നത് ഈ പറയുന്ന റൂട്ട് ചക്ര തന്നെയാണ്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടോ? കൂടുതൽ എവിടെയെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഉം? ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി ഈ മൂലാധാര ചക്രയുടെ അസന്തുലനാവസ്ഥയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മൂലാധാര ചക്രയിലെ ഊർജ പ്രവാഹങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഊർജപ്രവാഹത്തിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും? അതിൽ ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓരോരോ ലക്ഷണങ്ങളായിട്ട് സൂചിപ്പിക്കാം. അപ്പോൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യണം. ആവശ്യമെങ്കിൽ സ്വയം എന്തായാലും വിശകലനം ചെയ്യണം. ആവശ്യമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടി ഒന്ന്, ഉദാഹരണത്തിന് നമ്മുടെ മകനോ മകളോ നിങ്ങളുടെ പങ്കാളികളോ ഇത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും, ഇന്നയാളിൽ ഇന്ന ഇന്ന ലക്ഷണങ്ങളുണ്ട് എന്ന് മനസ്സിലാകും. പക്ഷെ അവിടെ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, കുറേ ലക്ഷണങ്ങൾ പറയും. ഇപ്പൊ ഒന്നോ രണ്ടോ പറയുമ്പോൾ മറ്റേ ആൾക്ക് മൂലാധാര ബ്ലോക്കാണ്, അങ്ങനൊന്നല്ല. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സമയത്താണ് ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഭൂരിഭാഗം ഒരു വ്യക്തിയിൽ സമന്വയിക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപാകതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അതല്ലാതെ ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ മാത്രമാണ് അവിടെ കാണുന്നത് എങ്കിൽ അത് ബ്ലോക്കായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ് എന്ന് നോക്കാം. മൂലാധാര തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ, അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, ഒന്ന് അനാവശ്യമായിട്ടുള്ള ഭയം, അതുപോലെ ആത്മവിശ്വാസക്കുറവ്, അതുപോലെ തന്നെ എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ തോന്നുക. ഇതിനോടൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അനാവശ്യ ഭയം, ആത്മവിശ്വാസക്കുറവ്, അരക്ഷിതാവസ്ഥ തോന്നുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാമാണ് പൊതുവിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ. അപ്പൊ നോക്കൂ, ഏകദേശം ഇതിലൊരു മൂന്നോ അതിലധികമോ, ഇത് പൊതുവായിട്ടുള്ളതാണ്, മൂന്നോ അതിലധികമോ ഒക്കെ അസ്വസ്ഥതകൾ ഒരു വ്യക്തിയിൽ സമന്വയിക്കുന്ന സമയത്താണ് നമ്മളത് മൂലാധാരയുടെ ബ്ലോക്കായിട്ട് കണക്കാക്കുന്നത്. വെറുതെ ചുമ്മാ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഈ അസ്വസ്ഥതകൾ ഭൂരിഭാഗം നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്കുണ്ടോ എന്ന്. ഈ ബ്ലോക്ക് ആവുന്നത് പോലെ തന്നെ ഓവർ ആക്റ്റീവ്, അതായത് ഊർജം കൂടിയാൽ, ഊർജം കുറയുന്നത് പോലെ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം ഊർജം കൂടിക്കഴിഞ്ഞാൽ. മൂലാധാരയിൽ ഊർജം കൂടിക്കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ദേഷ്യം, അത്യാഗ്രഹം, അതുപോലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മടി, ഭൗതിക സുഖങ്ങളോടുള്ള അമിതമായ ആസക്തി, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അമിതമായിട്ടുള്ള ദേഷ്യം, അത്യാഗ്രഹം, അതുപോലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള മടി, ഭൗതിക സുഖങ്ങളോടുള്ള അമിതമായിട്ടുള്ള ആസക്തി. ഭൗതിക സുഖങ്ങളോട് ആസക്തി വേണ്ടെന്നുള്ളതല്ല, പക്ഷെ അമിതമായിട്ടുള്ള ആസക്തി. ഭൗതിക സുഖങ്ങൾ ഒരു ശരാശരി വ്യക്തി ഒഴിവാക്കി നിർത്തേണ്ടതൊന്നുമില്ല. എന്നാൽ അമിതമായിട്ടുള്ള ആസക്തി അവൻ്റെ പ്രവർത്തന മേഖലകളെ, അവൻ്റെ മുന്നോട്ടുള്ള യാത്രയെ ഒക്കെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. ഇനി ഇതിൻ്റെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, മൂലാധാരയില് അസ്വസ്ഥതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അസന്തുലനാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ, ഒന്ന് കാലുവേദന, നടുവേദന, അതുപോലെ ദഹനക്കുറവ്, കോൺസ്റ്റിപ്പേഷൻ മാതിരിയുള്ള കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ക്ഷീണം,
ഇതെല്ലാമാണ് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ. അപ്പൊ സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അനുഭവപ്പെടുന്നതായിട്ട് അവർ പറയുന്നുണ്ടോ? നോക്കുക, പറയാൻ പറ്റും. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് തോന്നുന്നുണ്ടോ? താങ്ക് യു. ഇനി മൂലാധാരയെ ഉണർത്താനുള്ള മാർഗങ്ങൾ നോക്കാം. പ്രായോഗികമായിട്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, മൂലാധാരയുടെ മൂലകം ഭൂമിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് ഭൂമിയുമായിട്ടുള്ള ബന്ധം പരമാവധി നിലനിർത്തുക. ഭൂമിയുമായിട്ടുള്ള ബന്ധം പരമാവധി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. നഗ്നപാദങ്ങളോടുകൂടി മണ്ണിൽ നടക്കുക. കഴിയുമെങ്കിൽ അങ്ങനെ നടക്കാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ ചെരുപ്പിടാതെ വെറും നിലത്ത് നടക്കുക. പക്ഷെ മെജോറിറ്റിക്കും എന്നത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം മുറ്റമൊക്കെ നമ്മൾ ഓൾറെഡി സിമെന്റ് ഇട്ട് കഴിഞ്ഞു. ആ, പിന്നെ ഉള്ളത് പുറം ഇടങ്ങളിലാണ്. അവിടെ നടക്കുന്ന അത്ര സേഫുമല്ല എന്ന് തോന്നുന്നു. പൊതുവിലുള്ള കാര്യം ഞാൻ പറയുന്നത്. പറ്റുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകാം, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ പൊതുവായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളാണ് കാണുന്നത്. അപ്പൊ എങ്കിൽ പോലും കഴിയുന്നിടത്തോളം നഗ്നപാദങ്ങളായിട്ട് ചെരുപ്പിടാതെ വെറും നിലത്ത് നടക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ബീച്ചിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ പോലും അത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഇടം ആയതുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതല്ല നടക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ചെരുപ്പൊക്കെ ഊരി ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം നിലത്ത് കാലുകളൊന്നി വെറും നിലത്ത് കാലുകളൊന്നി നിൽക്കുക. അത് വളരെ ഗംഭീരമായിട്ടുള്ള, റിയലി ഞാനത് പറഞ്ഞുതരാം. നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത്, ബീച്ചിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു 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 ഉന്മേഷമൊക്കെ കിട്ടില്ലേ, നമ്മൾ അറിയാതെ തന്നെ ഒന്ന് റിലാക്സ്ഡ് ആകില്ലേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. നമ്മൾ അറിയാതെ ആണെങ്കിൽ പോലും, ബോധപൂർവമല്ലാതെ ആണെങ്കിൽ പോലും ചെരുപ്പൊക്കെ ഉരുമാറ്റി വെച്ച് ചിലപ്പോൾ കളിക്കാനോ തിരയിലിറങ്ങാനോ ഒക്കെ ആയിരിക്കാം. അതിനാണെങ്കിൽ പോലും വെറും നിലത്ത് നമ്മൾ കാലുകൾ ഊന്നുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു തലമുറ ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ട് കുറച്ചുകൂടി ആരോഗ്യകരമായിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. സമാധാനത്തിൽ ജീവിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. സൈക്കോളജിസ്റ്റ് ആരാണെന്ന് അറിയാതിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ്. ഇന്നത്തെ മാതിരി ടെൻഷൻ, സ്ട്രെസ് എന്ന് പറയുന്ന വാക്കുകളൊന്നും അത്ര പരിചയമില്ലാതിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ്. മണ്ണുമായിട്ടുള്ള ബന്ധം, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം അന്ന് കുറച്ചുകൂടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തെ പുനഃസ്ഥാപിച്ചാൽ തീർച്ചയായിട്ടും ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള സൗഖ്യം കുറച്ചുകൂടി ആർജിക്കാൻ സാധിക്കും. ഇനി ഭക്ഷണം, ചില ഭക്ഷണങ്ങൾ കൂടുതൽ എടുക്കുന്നതിലൂടെ പറ്റും. ചുവന്ന നിറത്തിലുള്ള ഭക്ഷണങ്ങൾ, തണ്ണിമത്തൻ, ആപ്പിള്, ബീട്രൂട്ട് തുടങ്ങിയ സംഗതികൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇടയിലൊന്ന് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. മൂലാധാരയുടെ ബീജമന്ത്രം, ബീജാധാരയുടെ മൂലമന്ത്രം എന്ന് പറയുന്നത് ലം ആണ്. അപ്പോ ലം പ്ലസ് ഭ്രമരി. അപ്പൊ വെറുതെ ലം 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 എന്ന് പറയുന്നതല്ല, അതിനപ്പുറം ഭ്രമരി കൂടെ ചേർത്തിട്ട് ലം. ഇവിടെ ഉണ്ടാകുന്ന ഈ വൈബ്രേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഒരു മിസൈലോ റോക്കറ്റോ ഒക്കെ ഇടുന്ന സമയത്ത് അതിന്റെ ലക്ഷ്യം ക്രമീകരിക്കും. ലാറ്റിറ്റ്യൂഡും ലോഞ്ച്, എന്താ അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ, എന്ന് പറയാമത്. ലാറ്റിറ്റ്യൂഡും വിട്ടുപോയി. ആരെങ്കിലും ഒന്ന് പറയാമോ? ലോഞ്ചിറ്റ്യൂഡ് ഏതാ? ലോഞ്ചിറ്റ്യൂഡ് ഒന്നും കൂടി പറഞ്ഞേ. ലോഞ്ചിറ്റ്യൂഡ് ഓക്കെ. അതായത് കൃത്യമായിട്ട് ഇത് രണ്ടും സമന്വയിക്കുന്ന സമയത്താണ് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് സാധനം എത്തുന്നത്. അതുപോലെ ലാ എന്ന് പറയുന്ന, ലം എന്ന് പറയുന്ന ബീജമന്ത്രം പ്ലസ് ഭ്രമരി. അപ്പൊ ഈ ഭ്രമരിയാണ് ശരിക്കും അതിന്റെ ഒരു വെടിമരുന്നായിട്ട് ഞാൻ കണക്കാക്കുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? ഇത് എവിടേക്കാണ് പോകുന്നത്? അപ്പൊ ഈ ലമ്മിന്റെ ഹമ്മിങ് സൗണ്ട് മൂലാധാരയിലേക്ക് എത്തണം. ആ സമയത്താണ് അത് കൃത്യമായിട്ട് ആക്ടിവേറ്റ് ചെയ്യുക. ലം പ്ലസ് ഭ്രമരി ഇത് രണ്ടും കൂടി സമന്വയിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സന്തുലനം അവിടെ സംഭവിക്കും. സാറേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. പറയൂ. നമ്മൾ പിന്നെ ഈ മൂലാധാര ഇത് ചെയ്യുന്ന ബീജമന്ത്രം ചെയ്യുമ്പോൾ കണ്ണുകൾ ഭ്രമരി ചെയ്യുന്ന അതേപോലെ വിരലൊക്കെ ഉപയോഗിക്കണം. സോറി, ഒന്നും കൂടി പറയൂ, കേട്ടില്ല, ഒന്നും കൂടി പറയൂ. നമ്മൾ ഭ്രമരി ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണോ ഈ പിന്നെ ഇതിന്റെ ബീജമന്ത്ര ധ്യാനം ചെയ്യുമ്പോഴും? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് ഭ്രമരി ചെയ്യുമ്പോൾ ആ ആ ശബ്ദം മാത്രമാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ നമ്മൾ കൈകൾ രണ്ട് വിരലെ ചെവിയിൽ വെച്ചിട്ട് രണ്ട് അല്ല, ഇല്ല, 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 കാണില്ല. ഇല്ല, 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 ഇല്ല. അത് ചെവിയിൽ വിരൽ വെക്കില്ല. ചെവിയിൽ വിരൽ വെക്കാതെ തന്നെയാണ് ചെയ്യുന്നത്. ലം പ്ലസ് ഇങ്ങനെയാണ് അത് പറയുന്നത്. നമ്മൾ മുന്നോട്ട് പ്രാക്ടീസ് എങ്കിലും പറയാ. ശ്വാസം ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. ലം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ വൈബ്രേഷൻ മൂലാധാരയിൽ പ്രതിഫലിക്കുന്നതായിട്ടുള്ള ഒരു സങ്കല്പം കൊടുക്കണം. ക്ലിയർ ആയോ? ഒന്ന് പറയൂ. ഓക്കെ സാർ. ഞാൻ ശരി. വർക്കിലായോണ്ട് ക്യാമറ ഓൺ ചെയ്യാത്ത. ഓക്കെ, മനസ്സിലാവും. സല്ല സല്ല. മറ്റെന്തെങ്കിലും? ഉം? ശരി. അപ്പോ ഈ ബീജമന്ത്രത്തിന്റെ ഉച്ചാരണം അതോടൊപ്പം തന്നെ ചില അഫർമേഷനുകൾ വളരെയധികം ഗുണപ്രദമാകും. അതിലൊന്ന്, ഞാൻ കൂടുതൽ സുരക്ഷിതമായി കൊണ്ടേയിരിക്കുന്നു. ഞാൻ കൂടുതൽ സുരക്ഷിതമായി കൊണ്ടേയിരിക്കുന്നു. എന്തിനാ ഈ അഫർമേഷൻ കൊടുക്കുന്നത്? മൂലാധാര അവിടെ ഊർജം കുറയുന്നതിന്റെ ഒരു ലക്ഷണം നമ്മൾ മനസ്സിലാക്കി. എന്താ? അരക്ഷിതാവസ്ഥ സംഭവിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും സുരക്ഷിതമായിരിക്കുന്നതിനുള്ള അഫർമേഷൻ കൊടുക്കുമ്പോൾ മൂലാധാര എനർജറ്റിക് ആവുകയും ചെയ്യും. ഉം. അതുപോലെ മറ്റൊരു അഫർമേഷൻ കൊടുക്കാം. ഭൂമിയിൽ ജീവിക്കുവാനുള്ള എൻ്റെ അവകാശത്തിന് നന്ദി. ഭൂമിയിൽ ജീവിക്കുവാനുള്ള എൻ്റെ അവകാശത്തിന് നന്ദി. അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഭൂമിയിൽ ജീവിക്കുവാനുള്ള എൻ്റെ അവകാശത്തിന് നന്ദി. ഇനിയുമുണ്ട്. മൂലാധാരയുടെ അസന്തുലനം അല്ലെങ്കിൽ ഊർജം കുറഞ്ഞു പോകുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി. അപ്പൊ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അഫർമേഷൻ കൊടുക്കാം. എൻ്റെ സമ്പത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ സമ്പത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ വിധത്തിലുള്ള അഫർമേഷനുകൾ കൊടുക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂലാധാരയെ സംബന്ധിച്ചിടത്തോളം ഊർജം എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത്? ഊർജം എവിടെ നിന്ന് സ്വീകരിക്കുന്നു? നോർമലി നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഊർജം മുകളിൽ നിന്ന് കോസ്മിക്കിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അല്ലേ? പക്ഷേ ഈ ചക്രങ്ങളുടെ ശാസ്ത്രം അനുസരിച്ചിട്ട് നമുക്ക് രണ്ട് വിധത്തിൽ ഊർജം സ്വീകരിക്കാൻ പറ്റും. ഒന്ന്, കോസ്മിക് എനർജി. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അറിയുന്നത് മുകളിൽ നിന്ന് സ്വീകരിക്കും, സഹസ്രാര വഴി. അത് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജം. അതുപോലെ തന്നെയാണ് ഈ സഹസ്രാരയിലൂടെ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ അടുത്ത ക്ലാസ്സുകളിലെ. സഹസ്രാരയിലൂടെ സ്വീകരിക്കുന്ന ഈ പ്രാപഞ്ചിക ഊർജം നമ്മുടെ ബോധത്തെ, ആത്മീയ ഉണർവിനെയൊക്കെയാണ് സഹായിക്കുന്നത്. പക്ഷേ മൂലാധാരയിലൂടെ നമ്മൾ എർത്ത് എനർജിയാണ്.
സ്വീകരിക്കുകയോ അവിടേക്ക് പുറന്തള്ളുകയോ ചെയ്യുന്നത്. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. മൂലാധാര ഊർജം സ്വീകരിക്കുകയോ പുറന്തള്ളുകയോ ഒക്കെ ചെയ്യുന്നത് ഭൂമിയിൽ നിന്നാണ്. അപ്പൊ ഈ ഫണല് ഭൂമിക്ക് ഫേസ് ചെയ്തിട്ടാണുള്ളത്. ഭൂമിക്ക് ഫേസ് ചെയ്തിട്ടാണ്. അപ്പോ അതിലൂടെ നമുക്ക് നിലനിൽപ്പിനുള്ള ഊർജം, സാമ്പത്തിക ഊർജം, ഭൗതികമായിട്ടുള്ള സ്ഥിരത, ഇതെല്ലാം സംഭവിക്കും. ഇതെല്ലാം സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മൂലാധാരയെ കൃത്യമായിട്ട് സന്തുലനാവസ്ഥയിൽ നിർത്താൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ഗ്രൗണ്ടിങ്, ഭൂമിയിൽ നഗ്നപാദങ്ങളോടുകൂടി നടക്കുക, ഒന്ന്. രണ്ട്, ചമ്രം പടിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇപ്പൊ അതൊക്കെ വളരെ കുറവാണ്, അന്യം നിന്ന് പോയിരിക്കുന്നു. ചമ്രം പടിഞ്ഞിരിക്കുന്നത് തന്നെ സാധാരണഗതിയിൽ നിലത്താണ്. മാത്രമല്ല, നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുന്ന സമയത്ത് വളരെ വിശാലമായിട്ട്, വളരെ വലിയ ഒരു ഏരിയ, നമ്മുടെ ശരീരത്തിന്റെ വളരെ വലിയ ഒരു ഏരിയ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനി ഈ വളരെ വലിയൊരു ഏരിയ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ പ്രസക്തമാണ് കൃത്യമായിട്ട് മൂലാധാര തന്നെ. എൻ്റെ പൊസിഷൻ ഞാൻ പറഞ്ഞു, ടെയിൽ ബോൺ. മൂലാധാര തന്നെ ഭൂമിയുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന സമയം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഈ സന്തുലനം അവിടെ സംഭവിക്കും. ഇനി അതുപോലെ തന്നെ പറയുമ്പോൾ തമാശയായിട്ട് തോന്നണ്ട, സ്വാഭാവികമായിട്ടുള്ള വിസർജന സമയത്ത്, യൂറോപ്യൻ ക്ലോസറ്റ് അല്ല ഞാൻ പറയുന്നത്, നോർമൽ ക്ലോസറ്റും അല്ല പറയുന്നത്. പണ്ട് കാലത്ത് മനുഷ്യൻ എന്താ ചെയ്തിരുന്നത്? പറമ്പുകളില്, അല്ലേ? അതായത് നഗ്നമായിട്ടുള്ള ശരീരം പ്ലസ് കൃത്യമായിട്ടുള്ള ഭൂമി. അതിന്റെ പോയിന്റ് മനസ്സിലായോ? ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? നമ്മൾ നോർമലി ചമ്മറം പടിഞ്ഞിരിക്കുന്ന സമയത്ത് പോലും വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇരിപ്പിടത്തിന്റെ ചിലപ്പോൾ ഒരു വിരിയൊക്കെ വിരിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ പോലും അതിന്റെ ഒരു ഒരു ഇൻസുലേഷൻ അവിടെ വരുന്നുണ്ട്, റൈറ്റ്? അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് അതിനൊക്കെയുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ താരതമ്യേന കുറവാണ്. ഇനി ഇതിനു വേണ്ടി മാത്രമായിട്ട് ആരും അതിലാടി പോകുന്നു വേണ്ട, ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ആ, ഇത് പ്രകൃതിദത്തമായിട്ടുള്ള മാർഗങ്ങളാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ചമ്രം പടിഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ, നഗ്നപാദങ്ങളായിട്ട് നടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഒക്കെ പരമാവധി അത് ഉപയോഗിക്കൂ. നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കില്ല, അവിടെ നിലത്ത് പൊഴിയിലിരിക്കാറുണ്ട്, റൈറ്റ്? അപ്പൊ ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കാറുമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം തോന്നുന്നു ബീച്ചിലൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്കും, ബീച്ചിൽ ചിലപ്പോൾ പാർക്കിലൊക്കെ പോയാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോഴൊക്കെ ഒന്ന് എനർജറ്റിക് ആവുന്നതിനുള്ള കാരണം, ഒന്ന് റിലാക്സ്ഡ് ആകുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്ന്, മറ്റു കാരണങ്ങളും ഉണ്ടാകാം, കാരണങ്ങളിൽ ഒന്ന് ഇതൊക്കെ തന്നെ ആയിരിക്കാം. ക്ലിയർ ആയോ? ശരി. ഇനി നമുക്ക് ചോദ്യം ചോദിച്ചോട്ടെ? പറയൂ പറയൂ. നമ്മൾ ലം പ്ലസ് പ്രൈമറി ചെയ്യുമ്പോഴും ആ, ഈ അഫർമേഷൻ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് എങ്ങനെ ചെയ്യുന്നത്? നോ നോ നോ, അപ്പൊ ഒന്നിച്ച് ചെയ്യാനല്ല പറഞ്ഞത്. അഫർമേഷൻ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ ചെയ്യാനാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാനാണ് പറഞ്ഞത്. മറ്റത് നമ്മളിപ്പോൾ പറയും, ഇപ്പൊ നമ്മൾ പോവും, അതിന്റെ മെഡിറ്റേഷൻ ഉണ്ട്, മൂലാധാരയുടെ മെഡിറ്റേഷൻ ഉണ്ട്. ആ സമയത്താണ് ബീജമന്ത്രം പ്ലസ് ഭ്രമരി കൊടുക്കുന്നത്. അഫർമേഷൻ നോർമൽ സ്ഥിതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ശരി. അപ്പോ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോവുകയാണ്. മെഡിറ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചിത്രം കൂടി കാണിച്ചുതരാം. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഭൂമിയിലേക്ക് വേരുകൾ ഉറപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു താമരയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം കാണിച്ചു തരാം. പക്ഷെ ആ ചിത്രത്തിൽ ഒരു കുഞ്ഞ് അപാകതയുണ്ട്. ഞാൻ AI കൊണ്ട് ചെയ്യിച്ച ചിത്രമാണ്, ഗൂഗിളിൽ തിരഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നത്, നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു, മൂലാധാര എന്ന് പറയുന്നത് 4 ദളങ്ങളുള്ള ചുവന്ന നിറത്തിലുള്ള താമരയാണ് എന്ന് പറഞ്ഞു. പക്ഷേ AI ചെയ്തു വന്നപ്പോഴേക്കും അത് 5 ദളങ്ങളുള്ള താമരയായിപ്പോയി. ഞാനത് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കാണിച്ചു തരാം, നമുക്കൊരു മനോസങ്കല്പം കൊടുക്കാൻ വേണ്ടിയിട്ട്.
കണ്ടോ? ഇത് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് അത് കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ഈ വേരുകളെ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷന് വിധേയമാക്കുക, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. കഴിയുന്നിടത്തോളം നട്ടെല്ല് നിവർന്നിട്ടിരിക്കണം, നട്ടെല്ല് നിവർന്നിട്ടിരിക്കണം, നട്ടെല്ല് നിവർന്നിട്ട്. ഞാൻ പറയുന്ന ആദ്യം ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കേട്ടിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഇപ്പൊ കണ്ണടയ്ക്കാൻ പറഞ്ഞ ഇപ്പൊ അടയ്ക്കേണ്ട, പറയുമ്പോൾ ചെയ്താൽ മതി, ഫൈനലി പറയുമ്പോൾ ചെയ്താൽ മതി. കണ്ണുകൾ അടയ്ക്കണം, ഇപ്പോഴല്ല, കണ്ണുകൾ അടയ്ക്കണം. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഭ്രമരിയാണ്. ഭ്രമരി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ 2 പെരുവിരലെടുത്തിട്ട് ചെവിയുടെ ഭാഗം ഇങ്ങനെ അടച്ചു വയ്ക്കുക. ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് കണ്ണുകൾ പതിയെ ക്ലോസ് ചെയ്യുക. നടുവിരലല്ല, നടുവിരല്. കണ്ണുകൾ മെല്ലെ ക്ലോസ് ചെയ്യുക. ആവശ്യമെങ്കിൽ ഈ മോതിരവിരലും ചെറുവിരലും കൊണ്ട് ചുണ്ടുകളോ ക്ലോസ് ചെയ്യാം. പക്ഷെ നിർബന്ധമില്ല, നമ്മൾ വായ അടച്ചു പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുശേഷം സാവധാനം ബ്രീത്തുള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ശബ്ദം കൊടുക്കുക 7 പ്രാവശ്യം. അപ്പം നമ്മൾ ചെയ്യുന്നത് 7 പ്രാവശ്യം ഭ്രമരി ചെയ്യുന്നു. അതിനുശേഷം ലം എന്നുള്ള ബീജമന്ത്രത്തിൻ്റെ ജപം. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ തൽക്കാലം എല്ലാവരും ഇന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. മ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ചോദിക്കുകയാണ്, ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ അറിയേണ്ടതുണ്ടോ? ഇല്ല. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ഒന്നുകൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ആൽക്കമി എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്, ഓൺലൈൻ കോഴ്സാണ്. അത് വാട്സപ്പിലൂടെയാണ്, ഇതുപോലെ വെബിനാർ അല്ല. നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും. അത് 14 ദിവസം ദൈർഘ്യമുള്ള ഒരു വാട്സപ്പിലൂടെയുള്ള ഒരു ട്രെയിനിങ് ആണ്. ലോ ഓഫ് അട്രാക്ഷൻ ആണ് അതിൻ്റെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ട്രെയിനിങ് ആണ്. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള ഉണർവിന് വേണ്ടിയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പരിശീലനമാണ്. വരുന്ന 15-ാം തീയതി, അതായത് വിഷുവിൻ്റെ അന്നാണ് അത് തുടങ്ങുന്നത്. അതിന് വളരെ ചെറിയൊരു ഫീ മാത്രമാണുള്ളത്. 499, 500 റുപ്പീസാണ് അതിൻ്റെ ഫീ വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള കോഴ്സാണ്. അത് ഓരോ ദിവസവും ഓരോ മെഡിറ്റേഷൻസ് ഉണ്ട്, ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട്. വളരെയധികം മാറ്റങ്ങൾ, വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിലത് കൊണ്ടുവരും. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിലിടാം കേട്ടോ. ശരി. അപ്പോൾ തൽക്കാലം ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമുക്കതിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ആദ്യം ഭ്രമരിയാണ്. സാവധാനം കണ്ണടച്ചിരിക്കുക, കണ്ണടച്ച് നട്ടെല്ല് നിവർത്തിയിരിക്കുക. ഭ്രമരിയിലേക്ക് പോവാണ്. ചെവി അടച്ചു വെക്കുക.
ഇനി നമുക്ക് ബീജമന്ത്ര ജപത്തിലേക്ക് പോകാം. കണ്ണുകൾ അടച്ച് തന്നെ വയ്ക്കുക. പൂർണ്ണമായിട്ട് മൂലാധാരയിലേക്ക് ശ്രദ്ധിക്കുക. വളരെ മനോഹരമായ തിളങ്ങുന്ന ഒരു ചുവന്ന നിറത്തിലുള്ള ഊർജഗോളം അവിടെ പ്രകാശിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഒപ്പം ഭൂമിയിലേക്ക് വേരുകൾ ശക്തമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള വേരുകൾ പോയിട്ടുണ്ട്, ബന്ധിച്ചിട്ടുണ്ട്. ഭൂമിയുമായിട്ട് ശക്തമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം ബീജമന്ത്ര ജപത്തിലേക്ക് പോകുന്നു. ഈ ബീജമന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് മൂലാധാരയിലെ ആ ഊർജപ്രവാഹം വർദ്ധിക്കുന്നതായിട്ട്, പ്രകാശം വർദ്ധിക്കുന്നതായിട്ട്, അതിന് കൂടുതൽ ക്ലാരിറ്റി, കൂടുതൽ ശോഭ കൈവരുന്നതായിട്ട് സങ്കല്പിക്കുക. 7 പ്രാവശ്യം. മൂലാധാരയിലെ ഊർജം വളരെ കൃത്യമായിട്ട് പ്രവഹിക്കുന്നതായിട്ട്, സന്തുലിതാവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട്, സാമ്പത്തിക സുരക്ഷിതത്വം
കൈവരിക്കുന്നതായിട്ട് മനസ്സിനോട് പറഞ്ഞുകൊണ്ട് സാവധാനം കണ്ണുകൾ തുറക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി, സ്നേഹത്തോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി കേട്ടിരുന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. Thank you, sir. താങ്ക് Thank യു. you. Thank you, sir. Thank you very much. Thank you, sir. Thank you.